പാലം കഴിഞ്ഞു പാലപുരം ചോദിക്കാനല്ല ഇറങ്ങിയാൽ ഈ ലൈറ്റ് ഇവിടെ പിന്നെയും ബ്ലോക്കാണ്. പാലത്തിന് മുമ്പ് ഒരു ബ്ലോക്ക്, അല്ലെങ്കിൽ ഇവിടെ ഒരു ബ്ലോക്ക്. ഇവർ പറയുന്ന ആരും ട്രാൻസ്ഫോമർ അവര് എല്ലാവരും പറയണം കേട്ടോ. പെട്ടെന്ന് ഒരു കാര്യം പറഞ്ഞിട്ട് നടക്കാതെ വരുന്നത്. അത് നിങ്ങൾ പറ്റുമെന്ന് പറയാം, പറയത്തില്ലെങ്കിൽ അവർ അത് പുതിയ നിങ്ങൾ പറ്റുമെന്ന് പറയും. പറ്റുമെങ്കിൽ മാത്രം പറ്റുന്നില്ല. ഇതിന് മുമ്പുള്ളതുകൊണ്ട് മെയിനായിട്ട് ഈ ലൈറ്റുകളാണ്. ട്രാഫിക് ലൈറ്റുകൾ കഴിയുന്നത് ഒഴിവാക്കാവുന്നതാണ്. ഒരുപാട് ട്രാഫിക് ലൈറ്റ് വെച്ചിരിക്കുന്നത് കഴിയുന്നത് ഒഴിവാക്കുകയും ട്രാഫിക് ലൈറ്റിൻ്റെ നാഷണൽ ഹൈവേയിലുള്ള ഗ്രീൻ ലൈറ്റിൻ്റെ ഡ്യൂറേഷൻ കൂട്ടാനാണ്. സൈഡ് റോഡുകളിൽ നിന്ന് കുറച്ചുകൊണ്ട് ഇത് അവർ ഒരു ടൈമിംഗ് ഒന്നും നോക്കാതെയാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. എല്ലാത്തിനും ഏതാണ്ട് ഒരേ ടൈം അങ്ങനെ പോകുന്നു, 2 മിനിറ്റ് 3 മിനിറ്റ്. അത് ഹൈവേയിൽ അത് വളരെ കുഴപ്പമാണ്. ഒരു ലോറി തന്നെ വന്ന് അതിനൊരു വലിയ ടാങ്കർ ലോറി വന്ന് അതിൻ്റെ ഗിയറൊക്കെ ഇട്ട് കയറി വരുമ്പോൾ തന്നെ ലൈറ്റ് പോകും. അപ്പം അങ്ങനെയുള്ളതുണ്ട്. പിന്നെ സ്ട്രെയിറ്റ് ആയിട്ട് വിടാൻ പറ്റുന്ന സ്ഥലം, നെടുമ്പാശ്ശേരി വിമാനത്താലോട് തിരിയുന്ന ഭാഗം, അവിടെ ലാസ്റ്റ് ട്രാക്കിൽ ഇടത്തോട്ട് വഴിയൊന്നുമില്ല. അപ്പം ആ ലാസ്റ്റ് ട്രാക്കിൽ ത്രൂ ഔട്ട് പൊയ്ക്കൊണ്ടിരുന്നാൽ അങ്ങനെ പോകും. അങ്കമാലി കഴിഞ്ഞും ഇതേ പ്രശ്നമുണ്ട്. അങ്കമാലി ബസ് സ്റ്റേഷൻ കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ അടുത്ത ജംഗ്ഷനിലേക്ക് വരുമ്പോൾ വീണ്ടും കുരുക്കാം. അവിടെ ഇതുപോലെ ചെയ്യാൻ പോവുകയാണ്, നേരെ അങ്ങ് വിടാൻ പോവുകയാണ്. ചാലക്കുടിക്കും ഇങ്ങോട്ടും ഇടയ്ക്കുള്ള ലൈറ്റുകൾ, ട്രാഫിക് ലൈറ്റുകൾ ഒഴിവാക്കി റോഡ് ക്രോസിംഗ്. കാരണം സർവീസ് റോഡിന്റെ ഇച്ചിരി പ്രശ്നമുണ്ട്. ആ സർവീസ് റോഡ് ഇപ്പോൾ പണി, ഒരു കുടിവെള്ള പദ്ധതിയുടെ ഒരു പൈപ്പ് ലൈൻ പോകുന്നുണ്ട്. അപ്പോൾ അത് ഇറിഗേഷൻ വാട്ടർ അതോറിറ്റി മിനിസ്റ്ററോട് സംസാരിച്ചിട്ട് ഉടനെ തന്നെ ആ വർക്ക് ചെയ്താൽ നാഷണൽ ഹൈവേ ഈ സർവീസ് റോഡ് അങ്ങ് ചാലുവാക്കും. ആയി കഴിഞ്ഞാൽ അതുവഴി കറങ്ങി വരാം. പിന്നെ പോട്ടയിലാണ് അടുത്ത പ്രശ്നം. പോട്ടയിൽ വരുമ്പോൾ ഇതുപോലെ ഒരു പോട്ടയിൽ ക്രോസിംഗ് ആണ്, ഭയങ്കര ആക്സിഡൻ്റാണ്. ഒരു വർഷത്തിനിടയിൽ 6 മരണമാണ്. ആളുകൾ ഹൈവേയിലേക്ക് കയറുന്നു, അവിടെ ബ്ലൈൻഡ് സ്പോട്ടാണ്, വന്ന് ഇടിച്ചങ്ങ് പോകണം. തൃശ്ശൂരിൽ നിന്ന് വരുന്നവർ വളരെ വേഗത്തിലാണ് വരുന്നത്. അപ്പോൾ അവർ വന്ന് സ്വാഭാവികമായിട്ട് അവർക്ക് അറിയാനൊക്കത്തില്ല. പെട്ടെന്ന് ലാസ്റ്റ് ലെഫ്റ്റ് ലൈൻ ട്രാക്കിലേക്ക് ഒരു വണ്ടി പെട്ടെന്ന് കയറിയാൽ ഒന്നും ചെയ്യാനില്ല. അപ്പോൾ അതുകൊണ്ട് അത് ബ്ലോക്ക് ചെയ്യാനാണ്. അല്ല, അങ്ങനെ സ്റ്റേറ്റ് കയ്യിൽ നിന്ന് ക്രോസ് ചെയ്യുന്ന ഈ ഒരു സ്ഥലം മാത്രമേ ഉള്ളൂ. വേറെ എവിടെ നിന്ന് വരുന്നത്? ബാക്കിയെല്ലാം പിന്നെ നമ്മൾ പിന്നെ ക്യാംകോ ജംഗ്ഷനിൽ വരുമല്ലോ, അവിടെ വരുമ്പോഴേക്കും വരുന്നത് ഇരിഞ്ഞാലക്കുടയിൽ നിന്ന് വരുന്നൊരു വഴി വന്നാണ്. എയർപോർട്ടിൽ പോകാനായിട്ട് ഇവിടുന്ന് എറണാകുളത്ത് നിന്ന് എയർപോർട്ടിലേക്ക് പോകുന്ന ആളുകൾക്ക് വെറും 16 മുതൽ 20 സെക്കൻഡ് വരെയാണ് കിട്ടുന്നത് അങ്ങോട്ട് തിരിയാനായി. ആ ഡ്യൂറേഷൻ കൂട്ടാൻ പോകാം. എയർപോർട്ടിൽ നിന്ന് വരുന്ന ആളിന് പതുക്കെ പോയാലും മതി, പക്ഷെ എയർപോർട്ടിലേക്ക് പോകുന്ന ആൾ പെട്ടെന്ന് പോകണം, ടെൻഷനിലായിരിക്കും അവർ. അപ്പോൾ അവർക്ക് പോകാൻ കൂടുതൽ സമയം കൊടുക്കും. ആ എയർപോർട്ടിൻ്റെ അവിടെ വന്ന് എല്ലാവരും കൂടെ വന്ന് നിൽക്കായിരിക്കും വേണ്ടി സ്ട്രെയിറ്റ് വിടാൻ പോകാം. സ്ട്രെയിറ്റ് വിട്ടിട്ട് അങ്ങനെ സ്ട്രെയിറ്റ് പോയിക്കൊണ്ടിരിക്കും. നേരെ തൃശ്ശൂർ ഭാഗത്തേക്ക് കൊണ്ടുവരെല്ലാം ഒരു ലൈനിൽ ഏറ്റവും എക്സ്ട്രീം ലെഫ്റ്റ് ലൈൻ ഫ്രീ ആയിട്ട് വിടാൻ പോകാം.
അപ്പോൾ അതിൽ കൂടെ അങ്ങോട്ട് പോകും. അവിടെ ഒരു ഡിവൈഡർ വയ്ക്കും, അതിനിടയിൽ ഇങ്ങനെ ഒരു മാർക്ക് വെച്ച് തൽക്കാലം ഒരാഴ്ച നമ്മൾ ട്രയൽ നോക്കിയിട്ട് പതുക്കെ അത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഗ്രില്ല് വെച്ചിട്ട് ആ ലൈൻ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. അപ്പോൾ എയർപോർട്ടിലേക്ക് പോകേണ്ടവർ മാത്രമേ വലതുവശ ട്രാക്കിൽ ഉണ്ടാവൂ. അപ്പോൾ അവർക്ക് കുറച്ചൊരു ഡ്യൂറേഷൻ കൊടുക്കും. എയർപോർട്ടിൽ നിന്ന് വരുന്നവർക്ക് ഫ്രീ ലെഫ്റ്റ് ഉണ്ട് എറണാകുളത്തേക്ക്. എയർപോർട്ടിലേക്ക് വരുന്ന അങ്കമാലി ഭാഗത്ത് നിന്ന് ഫ്രീ ലെഫ്റ്റ് ഉണ്ട്. പിന്നെ എയർപോർട്ടിൽ നിന്ന് മടങ്ങുന്നവരാണ്, അവർക്ക് ഇച്ചിരി താമസിച്ചാലും കുഴപ്പമില്ല. സംസ്ഥാനത്തെ കമ്പ്യൂട്ടറൈസ്ഡ് ടെസ്റ്റ് ഡ്രൈവിംഗ് ട്രാക്കുകൾ ഒരുപാട് നാളുകൾ നടപ്പാക്കിയതാണ്. ഇതൊരു പ്രാബല്യത്തിലായിട്ടില്ല, പല സ്ഥലത്തും അതെല്ലാം തുടങ്ങിയെങ്കിലും അത് ഉദ്ഘാടനം ചെയ്യപ്പെട്ടുവെങ്കിലും അത് നടത്താൻ കഴിഞ്ഞില്ല എന്നുള്ളത് ദൗർഭാഗ്യകരമാണ്. ഒരു 2 മാസത്തിനുള്ളിൽ അത് ചാലുവാക്കും. 2 മാസം, കാരണം ഞങ്ങൾ ചർച്ച തുടങ്ങിയിട്ടുണ്ട്. ടെൻഡർ വിളിക്കുകയാണ്. അല്ലേ, നമ്മൾ ഒരു മാസത്തിലാണ് നമ്മൾ ടെൻഡർ വിളിക്കുക, നടത്തി മുന്നോട്ട് കൊണ്ടുപോകാനും അതിന്റെ വരുമാനത്തിന്റെ ഒരു ഭാഗം സർക്കാരിന് പങ്കുവയ്ക്കാനും കഴിയുന്ന രീതിയിൽ ഒരു ടെൻഡർ ഉടനെ വരും. ടെൻഡർ വന്ന് ആർക്കായാലും സർക്കാരിന് കൂടുതൽ നേട്ടം തരുന്ന ഈ സൗകര്യം കൃത്യമായി സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ചിലത് തീർന്നിട്ടുണ്ട്, ചിലത് തീർന്നതെല്ലാം ഇനി എടപ്പള്ളി നമ്മൾ ഇന്ന് നോക്കുന്നില്ല, വേറെ ദിവസം എടപ്പള്ളി നോക്കും. വൈറ്റിലയും താഴെയുള്ളൊരു പ്രശ്നമാണ്. പാലം ഉള്ളതുകൊണ്ട് വൈറ്റിലി പ്രശ്നമല്ല, മേൽക്കൂടിയും പോരും. പക്ഷേ പിന്നെ എറണാകുളം ടൗണിൽ നിന്ന് വരുന്നവർക്ക് ഒരു ചെറിയ പ്രശ്നമുണ്ട്. തൃപ്പൂണിത്തുറ ഭാഗത്തേക്ക് പോകുന്നിടത്ത് ഒരു കൺജഷൻ ബോട്ടിലിനൊക്കെ ഉണ്ട്. അത് പഠിച്ചിട്ട് പറയും. ഓക്കെ, അത് പഠിക്കാൻ അവിടെ നടന്നു വരുന്നിടത്ത് വണ്ടി പാർക്ക് ചെയ്യാൻ അനുവദിക്കില്ല. അങ്കമാലിയിലും ഇതുപോലെ ബസ് സ്റ്റേഷന് മുമ്പിൽ ഒരു വണ്ടിയും പാർക്ക് ചെയ്യാൻ സമ്മതിക്കില്ല. അങ്കമാലി ബസ് സ്റ്റേഷൻ അപ്പുറത്തെ ലൈറ്റ് മുതൽ അങ്കമാലി ബസ് സ്റ്റേഷൻ കഴിഞ്ഞ് അങ്കമാലി ജംഗ്ഷൻ വരെ ലെഫ്റ്റ് സൈഡിൽ ഒരു വണ്ടി ഇടാൻ സമ്മതിക്കില്ല. പാർക്കിംഗ് ഇല്ല. പാർക്കിങ്ങിൽ പോലീസ് കർശനമായ നടപടിയെടുക്കും. മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് കർശനമായ നടപടിയെടുക്കും. അത് MP ഇട്ടായിരുന്നു. എല്ലാവരും ഇവരെല്ലാം കാണിക്കും. ഓക്കെ, പിന്നെ പറഞ്ഞ് നമ്മൾ വിളിച്ചാൽ അത് ചെയ്യുമോ, അത് ടെൻഡർ ചെയ്യില്ല, ഒന്നും ചെയ്യില്ല. പിന്നെ വണ്ടി എടുത്ത സ്ഥലമാണ് സർവീസ് റോഡിലെ ക്യാമറയ്ക്ക് ഇത്തിരി പൊറോട്ട വെച്ചാണ് അവർ ഇതുമായിട്ട് എടുക്കട്ടെ. ഒന്ന് പൊറോട്ട സമയം ഉണ്ടായിരുന്നു ഈ വണ്ടി കിടക്കുന്നുണ്ട്. കിടക്കാതെ നേരെ പോകുന്നില്ല. സെക്കൻഡ് ട്രാക്കിൽ ഫസ്റ്റ് ട്രാക്കിൽ സെക്കൻഡ് ട്രാക്കിൽ കാണാനുള്ള സമയം ഡ്യൂറേഷൻ കിട്ടാം. ലോറി ഒന്നും അറിയില്ല. സർവീസ് റോഡ് ഇത് തോട്ടക്കാട്ടുകാര സർവീസ് റോഡ് ബസ് പേ
ഇത് ബെസ്റ്റാണ്. അതാണ് ആ പ്രശ്നം. ഈ റൈറ്റിലേക്ക് തിരിയാൻ ഒഴിവാക്കണം. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു പാലം കൂടി വേണം. കുറെ ആൾക്കാർ കയറും. ഇവിടെ വരുന്നവരും ഇതിലേക്ക് തന്നെ കയറും. അപ്പൊ ക്രോസ് ചെയ്യാനാണ് അങ്ങോട്ട് ക്രോസ് ചെയ്യാൻ പാടില്ല. ഇവിടെ ക്രോസ് ചെയ്യുക ആ വന്ന വണ്ടിയത് അവിടെ അപ്പുറത്ത് നിർത്തി ക്രോസ് ചെയ്യണം. അല്ലെങ്കിൽ അധികം വണ്ടി വരുന്നില്ല. കൊണ്ടുവന്ന് മാനസം ഓവർബ്രിഡ്ജിന്റെ അടിയിൽ കൂടെ ഇങ്ങോട്ട് കിടത്താം. കിടത്തുമ്പോൾ ഇവരങ്ങ് റൺ ചെയ്ത് പോവുകയും ചെയ്യും. ഈ പറഞ്ഞ സ്ഥലത്ത് ട്രാഫിക് ഒന്ന് കുറഞ്ഞു കിട്ടും. അതുകൊണ്ടാണ് ഇപ്പം ഡിഫറൻസ് താങ്ങുന്നത്. അടിമടി തട്ടുന്നു. അല്ല മെയിൻ റോഡിൽ എല്ലാം കൂടി ശരിയായിട്ട് എല്ലാം ശരിയാണ്. ടൗണിൽ സ്റ്റോപ്പ് ഉണ്ടാവില്ല. ശരിയല്ല. ഞാൻ ചെയ്ത് വന്ന് ഇവിടെ കയറുന്നില്ല എല്ലാ വണ്ടികളും. ആ സ്ഥലത്ത് അവിടെ നിർത്തിയാൽ പോരെ സ്റ്റോപ്പ്.